ഞാനിങ്ങടെ ഇറങ്ങിയാട്ടെ. അമ്മച്ചി അങ്ങനെ കിടന്നു അങ്ങ് ചുമ്മാ അങ്ങ് കിടക്കുക. മൂട്ടിന് വെയിലും കൊള്ളിച്ച് കിടക്കുക. മൂട്ടില് വെയിലും കൊള്ളിച്ച് കിടക്കുന്ന അമ്മച്ചി. ഇഞ്ചി ഉണ്ടോ? വട. ശുങ്കുച്ചൻ ഇറങ്ങി. കുഞ്ഞുമ്മി കാണാണ്ട് ഞങ്ങൾ ഓടിയതാ. കുഞ്ഞുമ്മി അവിടെ സോക്സും ബാഗും ഒക്കെ ഇട്ട് കോട്ടും ചോദിച്ച് നടക്കുക. സ്കൂളിൽ എന്റെ മിക്സിങ് പോരാന്ന്. അതെ ഗുഡ് മോർണിംഗ്. ചാടി ഡ്യൂട്ടിക്ക് പോകാൻ നേരത്തെ ചാടി എഴുന്നേറ്റ്. ഓ ഗുഡ് മോർണിംഗ്. കലിപ്പന്നെ ഒരു ഹായ് പറഞ്ഞേ. അമ്മയ്ക്ക് റൂം എടുത്തിട്ടോ. അമ്മയ്ക്ക് റൂം എടുത്തിട്ടോ. വാ റൂം എടുത്ത്. രാവിലെ തുടങ്ങി റൂം എടുത്ത്. റൂം എടുത്ത് പാവ അമ്മയല്ലേ. റൂം എടുത്ത് അമ്മി പണങ്ങി. റൂം എടുത്ത്. ഡാഡിക്ക് റൂം വരുമോ? വാ റൂം എടുത്തിട്ട് വാ. റൂം എടുത്തിട്ടോ. രാവിലെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി. സമയം 7:15. അപ്പം നമുക്ക് ഒരു 8 മണിയാകുമ്പോൾ അവിടെ ചെല്ലണം. പോട്ടോ. ശുങ്കുവും കുഞ്ഞുമണിയും അമ്മച്ചിയും അഞ്ചുവും വീട്ടിൽ. എന്നാൽ പോയിട്ട് വരാം. ഇന്ന് ഇവരുടെ ദിവസമാണ് കാണിക്കുന്നത്. നമ്മളില്ലാത്ത സമയത്ത് ഇവരെങ്ങനെയാണെന്നുള്ളത് അല്ലേ കുഞ്ഞുമണി? അല്ലേ? നിങ്ങൾ എൻജോയ് ചെയ്യോ? കള്ളിപ്പള്ളേ വാ. ഒരാളവിടെ ഭയങ്കര ബഹളമാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ജോലിക്ക് വരണമെന്ന്. അമ്മച്ചി അവിടെ പിടിച്ച് വെച്ചേക്കുക. ശുങ്കു താണ്ട രാവിലെ റെഡിയൊക്കെ ആയിരുന്നു. ഫോണ് ചോണ്ടുന്നു അമ്മച്ചിയുടെ. ഫോണങ്ങ് മാറ്റി വെച്ചേ. ഉപ്പ് വിളിക്കാൻ നോക്കുക. കഴിച്ചോ ഇയാള്? എന്തോ കഴിച്ചേ? ഓഹോ. അപ്പൊ താണ്ട ശുങ്കു റെഡിയായി. ഞങ്ങള് കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ശുങ്കും കൂടെ നടന്ന് പിച്ചാൻ പോകും. ഇല്ലേ ശുങ്കു? ഞാൻ ചെവിയൊക്കെ മൂടിയാ പോകുന്നേ. പിള്ളേര് പോകുന്നല്ലേ അല്ലേ ശുങ്കുച്ച? ഞാൻ അമ്മ ചെവിയൊക്കെ മൂടിയാ പോകുന്നെന്ന്. ശുങ്കുവിന് ഇതൊന്നൊരു പ്രശ്നമല്ല. എനിക്ക് പക്ഷെ കാറ്റടിച്ചു കഴിഞ്ഞാൽ ചെവിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 20 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. രാവിലത്തെ എക്സസൈസാണ് ഞങ്ങളുടെ. അല്ലേ ശുങ്കു? ഞങ്ങള് സ്കൂളിൽ പോവുകയാണ്. ശുങ്കുച്ചൻ ഇറങ്ങി. കുഞ്ഞുമ്മി കാണാണ്ട് ഞങ്ങൾ ഓടിയതാ. കുഞ്ഞുമ്മി അവിടെ സോക്സും ബാഗും ഒക്കെ ഇട്ട് കോട്ടും ചോദിച്ച് നടക്കുക സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ കൂടെ പോകാൻ കരച്ചിലായിരിക്കും. ഇറങ്ങി ഓടിയതാ. നല്ല കാലാവസ്ഥയാണ്. നല്ല കാലാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. പക്ഷെ നല്ല കാറ്റാ. തണുത്ത കാറ്റ് കാരണം നമുക്ക് എനിക്ക് ചെവിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്തുവാടെ ആവശ്യമില്ലാത്ത കിടക്കാതെയോ. അപ്പോൾ ഇവിടെ വീടൊക്കെ ഫുള്ള് ഒരുപാടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഫൈനലി ശുങ്കുവിൻ്റെ സ്കൂളിലെത്താനായി. ബൈ ബൈ ചുങ്കുച്ച. ഹാവ് എ ഗുഡ് ഡേ. ഉമ്മ ടാറ്റ. ശുങ്കുവിന് വിട്ടേച്ച് ഞാൻ തിരിച്ചു പോവുകയാണ്. അത്യാവശ്യം നല്ല കാലാവസ്ഥ കേട്ടോ. നല്ല വെയിലുണ്ട്. അങ്ങനെ വീട്ടിലെത്തി. ഇതെന്തു മോഹൻപാഴത്തിരിച്ചത്? എന്ത് അമ്മച്ചിയുടെ ആണോ? അമ്മച്ചി നൂട്ടല് തന്നോ? അമ്പടി കല്ല് കേടി പോയാട്ടെ. മുഖം കഴുകാത്ത എന്തോ തുന്തിരി? പാപ്പ ചിന്ന മുഖം കഴുകണ്ടേ? ചുന്തിരി എന്ത് തിന്നേ? എന്നെ പാപ്പ ചിന്നെ എന്ത് കഴിച്ചേ? എന്തു കഴിച്ചേ? കേക്കിയോ? ചപ്പാത്തി കഴിച്ചോ? ചപ്പാത്തി. ഞങ്ങള് പോയച്ച് വന്നപ്പോ ദാണ്ട നിക്കുന്ന അമ്മച്ചി ഉറക്കപ്പിച്ച്. അമ്മച്ചി ചായ ഇടുന്നു. ചായ
ഇന്നലത്തെ എന്റെ രാത്രി ചപ്പാത്തി ഇരിക്കുന്നു. അവള് ചപ്പാത്തി ഒന്നുമില്ല. ഞാൻ എന്നെ ആരും കഴിക്കാൻ വിളിച്ചില്ല. ഞാൻ കുഞ്ഞുമണി ഓർക്കാൻ പോയിട്ട് കിടന്ന് ഉറങ്ങി പോയെ. എന്നെ ആരും വിളിച്ചില്ല കഴിക്കാൻ. വിളിച്ചപ്പോ പറയുവാ എനിക്ക് ഉറക്കം വരുന്നു, ഞങ്ങൾ ഉറങ്ങുവാന്ന്. കുഞ്ഞുമണിയുടെ കൂടെ എനിക്ക് ആരും ഒന്നും തന്നില്ല, പട്ടിണിയായിരുന്നു ഞാൻ. കഴിക്കാൻ എന്തായാലും നോക്കട്ടെ. പന്നി അത് തന്നെ, പന്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ ചപ്പാത്തിയുടെ ദാല് കറി ഉണ്ട്. അപ്പം നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ടാക്കി ചായ കുടിക്കട്ടെ. ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വെച്ചു. 2-3 ചപ്പാത്തി ഇരിക്കുന്നുണ്ട്. അപ്പം ഒരു 2 പൊറോട്ടയും കൂടെ ചുട്ടി അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഞാനും മമ്മി. മമ്മി ഓൾറെഡി ചപ്പാത്തിയൊക്കെ കൊടുത്ത് വിട്ടും മമ്മിക്ക്. കൊള്ളാം. കുഞ്ഞുമണിയുടെ എയർവാൻ്റെ ഒക്കെ തല വെച്ചിരിക്കും ഞാൻ. കൊള്ളാം. കുഞ്ഞുമണി വെക്കുന്നില്ല, എന്ന് ഞാനെങ്കിലും വെക്കട്ടെ. കുഞ്ഞുമ്മി കൊള്ളാവോ? എന്നെ പെട്ടിയുടെ മേളിലുണ്ട്. പരിപാടി മുഖം തുടയ്ക്കുന്നോ കുഞ്ഞേ? ഇത് ആരാ ഇത് കിടക്ക് വരച്ചു വെച്ചേക്കുന്നേ? ആരാ പറഞ്ഞ നിന്നോട് വരയ്ക്കാൻ? ഇതെന്ത് വ്യക്തിക്കടെ? ഇതെന്ത് ഈ വീട് 1 വർഷമായില്ലല്ലോ മേടിച്ചിട്ട്? ഈ വീടിന്റെ അവസ്ഥ എന്തുവാ? അമ്മച്ചിക്ക് ഇത് മുഖം തുടച്ചു കൊടുക്കുന്നു കുഞ്ഞുമ്മി. അമ്മച്ചിക്ക് തുടച്ചു കൊടുക്ക്. അമ്മച്ചിക്ക് തുടക്കണ്ട, അമ്മച്ചിക്ക് തുടച്ചു കൊടുക്ക്. എന്ത് തുടച്ചു കൊടുക്ക്? മുടി കെട്ടാത്ത എന്താ? എല്ലാരും അമ്മയോട് പറയുന്നു കുഞ്ഞുമണിയുടെ മുടി കെട്ടാത്ത എന്താന്ന്. മുടി വൃത്തിക്ക് അമ്മ കെട്ടുന്നില്ലെന്ന്. കുഞ്ഞുമ്മി മുടി കെട്ടാൻ സമ്മതിക്കത്തില്ലെന്ന് അമ്മ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല. മൊട്ട അടിക്കാൻ പോവാ, മൊട്ട. മുടി വെട്ടിക്കളയാൻ പോവാ. മൊട്ട അടിക്കട്ടെ, മൊട്ട അടിക്കട്ടെ. ഇപ്പൊ എന്ത് ചെയ്താ മുടി കെട്ടാൻ സമ്മതിക്കില്ല? ഇത് കണ്ടോ? മുടി കെട്ടിക്കട്ടെ. അവിടെ കേറി അവിടെ സ്റ്റക്കായി പോവും. ഇങ്ങടെ ഇറങ്ങി വാ, ഇങ്ങടെ ഇറങ്ങി വാ. ആ ചക്കായി പോവും. ഇങ്ങടെ ഇറങ്ങി വാ. അച്ചാച്ചന്റെ പേരെന്താ? അച്ചാച്ച പേരെന്താ? അമ്മി പേരെന്താ? അമ്മിയുടെ പേരെന്താ? ശുങ്കു ആണോ അമ്മി? അഞ്ചു. അമ്മച്ചിയുടെ പേരെന്താ? മോളി. അമ്മച്ചിയുടെ പേര് പറ. മോളെ. മോളി പറ. ഡാഡിയുടെ പേരെന്തുവാ? രാജേഷ്. കൈപ്പൻ പറ. രാജേഷ് പറ. എന്റെ പേര് നമുക്ക് പറയാല്ലേ? എന്റെ ഭിത്തിക്കടെ ഒക്കെ വരച്ചു. ഞാനിങ്ങടെ ഇറങ്ങിയാട്ടെ. അമ്മച്ചി അങ്ങനെ കിടന്നു അങ്ങ് ചുമ്മാ അങ്ങ് കിടക്കുക. വെയില് മൂട്ടിന് വെയിലും കൊള്ളിച്ച് കിടക്കുക. മൂട്ടില് വെയിലും കൊള്ളിച്ച് കിടക്കുന്ന അമ്മച്ചി. ഇതിന്റെ കവർ കഴുകാൻ എടുത്തോ? വേറെ കവർ എടുത്തിടാ. നല്ല വെയില്, തണുത്ത വെയിലാ. അല്ലല്ല ഭയങ്കര ചൂടുള്ള വെയില്. അതിനകത്ത് തണുപ്പാ വരുന്നത്. ഇവിടെ ബാക്കിയുള്ളവർക്ക് തണുത്തിട്ട് വെയിൽ. കുഞ്ഞമ്മീങ്ങടെ ഇറങ്ങിക്കേ. എന്തു പറ്റിയേ? കാലിൽ എന്നെ പറ്റിയേ? കുഞ്ഞിന്റെ കാലിടിച്ചോ? ഇരിച്ചോ? ഡാഡി വരുമ്പോ പറയാട്ടോ. ഡാഡി വരുമ്പോ പറഞ്ഞു പോക്കാൻ കേട്ടോ. കുഞ്ഞ് എന്തെടുക്കുവാ? കാലെ പിടിച്ചോണ്ടിരിക്കാതെ. കുഞ്ഞ് സ്കൂളിൽ പോകുന്നോ? നേച്ചറി പോണ്ടോ? നമുക്ക് നേച്ചറി പോയാലോ? ഞാനാ പോണ്ടു. അയ്യോ അമ്മയെ കൊല്ലല്ലേ. അയ്യോ അയ്യോ. ഞാനും കുഞ്ഞുമണി ഇങ്ങനെ താണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുക. അമ്മച്ചി അപ്പുറത്ത് കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല. ഞങ്ങളിങ്ങനെ ഫുള്ള് ചുമ്മാ മടി പിടിച്ച് കിടക്കുക. അല്ലി പൊന്നെ കയ്യ. എന്തുമ്മാ? നമ്മുടെ കയ്യിലെന്താ? കയ്യിലെന്താ? ഉമ്പുണ്ടോ? അവരുടെ കയ്യിൽ ഉമ്പാണോ? പോയോ? ഉമ്പ് പോയോ? ഒന്ന് ഊതിയേരെ. ഓ ഓ ഒന്ന് ഊതിത്താ. അമ്മ ഉമ്പ് കഴിച്ചെങ്കിൽ ഊതിത്താ.
ആ കടിച്ചെടുക്ക, അത് കടിച്ചെടുക്കാല്ലോ, എനിക്ക് വേദന എടുക്കാൻ. കയ്യിലിങ്ങനെ ഒരു കഷ്ണം കുഞ്ഞി തൊലി ഇങ്ങനെ പൊങ്ങി നിന്ന് അവള് കടിച്ചെടുക്കാൻ നോക്കുന്നു. കള്ളി കല്ലി കല്ല അമ്മയുടെ കല്ലക്കുഞ്ഞി, കല്ലക്കുഞ്ഞാണോ? കുഞ്ഞുമണിയാണെങ്കിൽ ഇപ്പൊ ചോറ് തീറ്റില്ല, ഒട്ടും ചോറ് തന്നല്ല. കുഞ്ഞുമണിയുടെ കുറുക്കിന്റെ പൊടിയൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓർത്തൊന്ന് ഇച്ചിരി കുറുക്കുണ്ടാക്കി കൊടുക്കാം, ഐസ്ക്രീം വന്നും പറഞ്ഞ് കൊടുത്ത് പറ്റിക്കാൻ നിർത്ത്. മറ്റേ ധാന്യപ്പൊടി ഇരുന്നായിരുന്നു താണ്ട് കുറുക്കാൻ പോവുക. കൊടുത്തു നോക്കാൻ തിന്നുവന്ന്. ഇവിടെ ഒരു സാധനം തിന്നേല ഇപ്പം വന്ന് അമ്മ കുടുക്കുണ്ടാക്കി തട്ടെ. ആ ഒത്തിരി ആയിപ്പോയി എന്റെ കൊച്ചിന്റെ എണ്ണ. കുഞ്ഞുമണി ഇതിനെ തലയിലെ എണ്ണ എന്റെ കുഞ്ഞുമണി എണ്ണ സ്വന്തമായിട്ട് തൂക്കുന്നു. എണ്ണ കുളിച്ച് നിൽക്കുക. കുഞ്ഞുമി ഇത് എന്ത് പൈര് ഇച്ചി തൂക്കം. ദേഷ്യം നോക്ക. എന്റെ കുഞ്ഞമ്മി കുക്ക് കുടിച്ചു വേണേ. നല്ലതാനോ? ഇച്ചിരി മധുരം കൂടിപ്പോയി കേട്ടോ, അതായിരുന്നു നക്കുന്നേ. ആ സ്പൂണ് വേഗം കഴിക്ക. വേഗം കഴിച്ചോ. ഇച്ചിരി റാഗി കുറുക്കി കൊടുത്തതാ. കള്ള ഐസ്ക്രീം ആണെന്നും പറഞ്ഞ് തിന്നുന്നേ. വേഗം കഴിച്ചോ. ഉടുപ്പേല് വീണ് അമ്മ കഴിക്കാം. മോൻ കഴിക്കേ. സമയം 2:30 കുഞ്ഞുമണിയെ പാലൊക്കെ കൊടുത്ത് ഉറക്കി പുള്ളി ഉറക്കം കഴിഞ്ഞതാണ്. ഞങ്ങൾ ചോറ് വെക്കാൻ വേണ്ടി ചോറ് ഇരിക്കണ്ടായി, പക്ഷെ ഇച്ചിരി ഇതായിപ്പോയി. ചോറിപ്പം വച്ചതേ ഉള്ളു. അമ്മച്ചി ഇന്ന് കൊച്ചുവിനെ സ്കൂളിൽ വിളിക്കാൻ അമ്മച്ചി പോകാന്ന് പറഞ്ഞാണ്. അമ്മച്ചി റെഡിയാവുന്നു. ഞാൻ എന്താ ചോറ് വെറ്റുന്നു. അയ്യോ ഇപ്പം പോയാനെ കഴിയുന്നു. നമ്മുടെ കുക്കറിലാണേ പൊതുവെ ചോറ് കൊടുക്കുക. ചോറ് റെഡി. വേറെ ആവും. ഉമ്മയ്ക്കുള്ള കഞ്ഞിവെള്ളം എടുത്തു. കഞ്ഞിവെള്ളം സെറ്റ്. കഴിഞ്ഞ ദിവസം കടയിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ വട ഉണ്ടാക്കണതിൻ്റെ റെഡി മിക്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ശുങ്കു വരുമ്പോഴേക്കും വൈകുന്നേരം ഇത് കൊടുക്കുകയും ചെയ്യാം. ഉണ്ടാക്കി നോക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കട്ടെ. ഇതാരാ പിലോത്തമ്മയോ? ജീൻസൊക്കെ ഇട്ട് ചെത്തി അടിച്ച് പോകുക. എനിക്ക് വയ്യ. ചുങ്കുവിനെ വിളിക്കാൻ പോവുക അമ്മച്ചി. ചുങ്കുച്ച സ്കൂൾ കഴിഞ്ഞ് വന്നു കേട്ടോ. അവിടെ ജനലയിൽ വന്ന് കുനിഞ്ഞ് നോക്കുന്നത് തന്നെ ഞാനിവിടെ ഇരിക്കുക കേട്ടോ. അവിടെ കുനിഞ്ഞ് നോക്കുക കേട്ടോ. ആള് എന്തോ നോക്കുന്നുണ്ട്. വന്നിട്ടുണ്ട്. ആടെ വരുന്ന അമ്മച്ചി മോനും കൂടെ തല്ലെല്ലാം പാടി. ചൂടുണ്ടോ? തണുപ്പുണ്ട്, മൈൻഡില്ല. എങ്ങോട്ടോ ഇടിച്ചു കയറുന്നേ. അയ്യോ എന്റെ കയ്യേ ഫോണ് താഴെ പോയേ. അമ്മച്ചി ശുങ്കുവിനെ കൊണ്ട് സ്കൂളിൽ നിന്ന് വന്ന് ഞങ്ങൾ ചോറൊക്കെ ഉണ്ട്. എന്താണ്ടേ വടക്കി കുഴച്ച് വെച്ചത് സെറ്റായിട്ടിരിക്കുന്നു. അപ്പം അതിൽ സവാളയും പച്ചമുളകും കുരുമുളകും കറിവേപ്പിലയും ഇഞ്ചിയും അല്ലേ ഇത്ര ഇട്ടു മിക്സ് ചെയ്ത്. ചായക്കട കരിയെ കൊണ്ട് ഞാൻ ഇന്ന് ചായക്കടപ്പലക്കാരം ഉണ്ടാക്കിയ പോണം. മിക്സിങ് എന്റെയാണ്. ചുടലമ്മച്ചിയും ഇല്ലേ അമ്മച്ചി? എനിക്ക് അതിന് തുളയിടാൻ അറിയത്തില്ലമ്മേ. ഞാൻ ഇന്നാളെ ഉണ്ടാക്കിയായിരുന്നു. എന്നിട്ട് ഞാൻ ഉണ്ടവട ഉണ്ടാക്കി ബോണ്ടവടയായിപ്പോയി. എൻ്റെ ഞാൻ കുറേ പരിശ്രമിച്ചു. കയ്യിൽ വെച്ച് നോക്കി, ചട്ടുകത്തിൽ വെച്ച് നോക്കി, എന്നിട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ അവസാനം ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഇട്ട് ബോണ്ടവട ഒക്കെ എടുത്തു. വെള്ളം കുറവാണോ?
അഞ്ചുവിന് വട തിന്നണമെന്ന്. പാവം ഞാൻ. എല്ലാം ചേർത്ത് എനിക്ക് വട ഇഷ്ടമാണ്. എനിക്ക് ഉഴുന്ന് വടയും പഴംപൊരിയാണ് ചായക്കടയിൽ കിട്ടുന്നതിൽ ഏറ്റവും ഇഷ്ടം. നല്ല കറ മുറുന്നിരിക്കുന്ന ഉഴുന്ന് വട. നമ്മുടെ അവിടെ കിഴക്കമുക്കിൽ മറ്റേ കടയുടെ ആയിരുന്നു പുള്ളിയുടെ പേര് മറന്നില്ല വെച്ച്. അല്ലമ്മ, പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാനും ചുങ്കൂടെ കല്യാണത്തിൽ പോകത്തില്ലായിരുന്നോ കിഴക്ക് പറ്റി നോക്കി കുട്ടമ്പിള്ള ആന്ന് വട മേടിക്കാൻ പോവായിരുന്നു. ഇപ്പോഴും നല്ല കറ മുറുന്ന് വട. കട അടച്ചു കൂട്ടി. നല്ല വടയല്ലായിരുന്നു അത്. ഉഴുന്നുവട എനിക്ക് പരിപ്പുവടയൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ ഉഴുന്നുവടയും പഴംപൊരിയും മറ്റേ മുളക് വടയില്ലേ, ഉള്ളിവടയും മുളക് വടയും അടിപൊളി. മമ്മി താണ്ട് ഇച്ചിരി റവയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മിക്സിങ് പോരാന്ന്. അതെ കുഞ്ഞുമ്മി വരുന്നു. കുഞ്ഞുമ്മി അവിടെ പോയിരിക്കേ, പാപ്പ ഉണ്ടാക്കിയിട്ട് വരട്ടെ. കുഞ്ഞുമണി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിരിക്കും. തലയിൽ എണ്ണയൊക്കെ വെച്ച് പൊളിച്ച് തലയുടെ എണ്ണ ഇരിക്കണണ്ട. കുഞ്ഞമ്മി ഇത് എന്ത് വായത് ഒങ്ങി വന്നോ? പുതിയ ടെക്നിക്ക് പരീക്ഷിക്കാം. അമ്മച്ചി യൂട്യൂബില് ആരാണ്ട് അരിപ്പയില് കവർ ഇട്ടിട്ട് വട ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്. എന്നാ അമ്മച്ചിക്ക് ഇപ്പൊ പരീക്ഷിച്ചു നോക്കണമെന്ന്. ഇന്ന് പരീക്ഷിച്ചിട്ടുള്ളു കാര്യം. മമ്മി ഇതാണ്ട് കൂടൊക്കെ ഇട്ട് വെച്ചേക്കണം അരിപ്പിക്കിട്ടിന്. അത് കാണിച്ചു അമ്മച്ചിയെ കാണിക്കില്ലേന്ന് അമ്മച്ചിയുടെ അതല്ല മര്യാദക്ക് പറഞ്ഞേ. ഞാൻ പറഞ്ഞ എന്റെ ഉണ്ട അവിടെ വെള്ളം കൂടിപ്പോയോ നോക്കാം. കട്ടി കുറച്ച് കുഞ്ഞിതാക്കി ഉണ്ടാക്കാം. കാരണം മറ്റേ കടയിലെ പോലെ എണ്ണയിലും വെള്ളം കൂടുതല. അതിപ്പോ അമ്മ രണ്ടാമത്തെ മിക്സ് ചെയ്ത അമ്മയാ. അമ്മ ഇപ്പൊ മിക്സ് ചെയ്ത അപ്പൊ അമ്മയുടെ അതിന് കുഴപ്പമുണ്ട്. ഞാൻ കുഴച്ച് വെച്ചപ്പോ നല്ല കറക്റ്റ് വെള്ളമായിരുന്നു. ഇപ്പൊ അമ്മ മിക്സ് ചെയ്തതാ. ആണ്ടെ നമ്മുടെ റവ വട അടുപ്പത്ത് വീണിരിക്കുന്നു, എണ്ണയിൽ വീണിരിക്കുന്നു അമ്മച്ചിയുടെ വട. കയ്പന്റെ ചായക്കടയിലെ വട ഇങ്ങനെയാണോ? ഇത് മറ്റേ മറ്റേ ഇൻസ്റ്റന്റ് സാധനം ഞാൻ വെറുതെ മേടിച്ചു നോക്കിയതാ. അപ്പൊ കടയിലുണ്ടാക്കണം ചുമ്മാ ഉണ്ടാക്കിയാ നോക്കാന്ന്. അമ്മ ഉണ്ടാക്കി തരാം. ഇവിടെ ഒരുത്തി കയറിയിരിക്കുന്നു. കുഞ്ഞുമ്മ താണ്ട കയറിയിരിക്കുന്നു. കുഴിയൊക്കെ വരുന്നുണ്ട്. കുടു തവി എടുത്തില്ല. കുഞ്ഞുമ്മ ഇവിടെ ഇരിക്കുക. വട താണ്ട ഇരിക്കുന്നു. ഇവിടെ ഉഴുന്നുവിടെ. കുഞ്ഞമ്മി ഫോണും കൊണ്ട് നടക്കുക വീഡിയോ എടുക്കാൻ. ഫോണിന് ചാർജ് ഇല്ല. അമ്മ ചാർജ് ചെയ്തിട്ട് തരാം. അമ്മ ചാർജ് ചെയ്യട്ടെ. എന്താ പ്രശ്നം? എന്താ കുഞ്ഞമ്മക്ക് വീഡിയോ എടുക്കാം ഫോൺ അങ്ങട്ടാ? അമ്മ ചാർജ് ചെയ്യട്ടെ. ഉഴുന്നുവിടെ. ആദ്യത്തെ വട ഇവിടെ എടുത്തിരിക്കുന്നു. വീണ്ടും ഞങ്ങൾ ഉണ്ടവട ഇടാൻ തീരുമാനിച്ചു. വലുതായിട്ട് ഇടുമ്പോ കുറച്ച് എണ്ണയല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പൊ വേവാൻ ഒത്തിരി താമസമേ. അപ്പൊ ഞങ്ങളോടോ നമുക്ക് കഴിക്കാനല്ലേ, എന്നാ കുഞ്ഞായിട്ട് ഉണ്ട പോലെ ഇട്ടെടുക്കാന്ന് വെച്ചു. അങ്ങനെ അത് അമ്മച്ചി ഉണ്ടവട ഇട്ടിരിക്കുന്നു. ഉണ്ടവട കൊള്ളാവോ? നല്ലതാണോ? ചൂപ്പടാണോ? ക്രിമ്മെന്ന് കടിക്കുന്നു. ക്രഞ്ചിയാണോ? ഇഞ്ചി ഉണ്ടോ? വട എന്തോ വട പറ. വട ഞാനല്ല വട. ഒരു 10 ചുങ്കൂന് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് ഞാൻ കടയിൽ ഒരെണ്ണം കൊടുത്തു വിട്ടെ. അവള് നൈസായിട്ട് വലുതെടുത്തിട്ട് അവള് തിന്നോണ്ടിരുന്നു. പകുതി കൊണ്ടുവന്ന് കൊള്ളാവോ? സൂപ്പറാണോ? നീ ആള് കൊള്ളാലോ. നീ കേവി ആണല്ലോ. ആരാ നിക്കുന്ന? ഇത് കണ്ണൊക്കെ എഴുതി ഒരു കണ്ണ് തൂക്കാൻ
ഇത് ആരാ എഴുതി? കണ്ണ എഴുതുന്ന ആരാ? ആരാ എഴുതുന്നേ? അമ്മ എഴുതുന്നതാണോ? എന്തുവായിരുന്നു അവിടെ പരിപാടി? ബേബിനെ ഉറക്കുവാണോ? എന്തി ബേബി? എന്തി? ഓ, ബേബിനെ അവിടെ കൊണ്ട് ഉറക്കുവാണോ? ബേബിക്ക് മാമ കൊടുത്തോ? മാമ കൊടുത്തോ? ആ, ഓ, ആ, മാമ കൊടുക്കാം. ബേബിയുടെ പേരെന്തോ? ആ, അപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ 5 നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. 5 കൊണ്ടുപോകണം. ഞാൻ കുളിച്ച് സെറ്റ് ആവട്ടെ. അല്ലേ, നീ ഇവിടെ കിടക്കണോ? ഡാഡി പോവാണേ. ഡാഡി പോവാട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ, ചാടരുത്, വാ. ഡാഡി പോവാണേ. ഗുഡ് നൈറ്റ്. ഇവിടെ കളി തുടങ്ങി. ഗുഡ് നൈറ്റ്. വാ വാ വാ. ഡാഡിയോട് വാ. ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറ കുഞ്ഞോനെ. ഗുഡ് നൈറ്റ്. ഷൈനിങ് ഓഫ് പറ. ഷൈനിങ് ഓഫ് കൈ പാൻസ്. ഞങ്ങളെ കാണുന്നില്ല ഗൈസ്. അപ്പൊ പിന്നെ കാണാം. ഉമ്മ.